ഇന്നൊരു ഓർമ്മ ദിനമാണ്. കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ അദ്ദേഹം മരിച്ച ദിവസം ഇന്നാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ മലയാളത്തിൽ കവിതകൾ പോപ്പുലറൈസ് ചെയ്യാൻ കഴിഞ്ഞ കവിതകൾ ആലപിച്ച് ജനഹൃദയങ്ങളിൽ തേരോടിച്ച് കയറ്റിയ ഒരുപാട് കവികൾ നമുക്കുണ്ട്. വി മധുസൂദനൻ നായരെ പോലെ നല്ല സുഖകരമായി ആലപിച്ച് പ്രേക്ഷകർക്ക് ഒരു അനുഭവമാക്കിയ കവിതയെ മാറ്റിയ ആൾക്കാരാണ്. അതിലൊരാളാണ് അനിൽ പനച്ചൂരാൻ. വ്യത്യസ്തമായ ആലാപന ശൈലിയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം അഭിനയിക്കുമായിരുന്നു. അദ്ദേഹം ഒരു ഓൾറൗണ്ടറായിരുന്നു ശരിക്കും. നല്ല അർത്ഥവത്തായ വരികൾ അതിൻ്റെ ശക്തിയിൽ ആലപിച്ച് ആളുകളുടെ മനസ്സിലേക്ക് കയറ്റിവിടാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരുന്നു. അനിൽ പനച്ചൂരൻ എന്ന കവിയെ നമ്മളിവിടെ ഓർമ്മിക്കുന്നു. നാളായി കരയുന്ന വർണ്ണൻ, കരളിൽ വർണ്ണങ്ങളരുതാത്തവൻ, ജനികൊണ്ട വർണ്ണമേതറിയാത്തവൻ, ഞാനാണ് കർണൻ. കവിതകളുടെ പൂമരമായിരുന്നു അനിൽ പനച്ചൂരാൻ. വീര്യമുള്ള കവിതകളിലൂടെ ആസ്വാദക ഹൃദയത്തിൽ ഇടം നേടിയ കവി. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാൻ. സരസവും കൃത്യവുമായ ഭാഷയിലൂടെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ കവിതകളാണ് പനച്ചൂരാന്റേത്. വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ. വലയിൽ വീണ കിളികൾ, അനാഥൻ, പ്രണയകാലം, ഒരു മഴ പെയ്തെങ്കിൽ, കണ്ണീർ കനലുകൾ തുടങ്ങിയ കവിതകൾ ഏറെ പ്രശസ്തം. ഓഡിയോ കാസറ്റുകളുടെ മലയാളക്കര പനച്ചൂരാൻ കവിതകൾ ഏറ്റുപാടി. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം. ലാൽ ജോസ് ചിത്രം അറബിക്കഥയിൽ ഗാനത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ ഗാനവും സൂപ്പർ ഹിറ്റ്. സിനിമാ രംഗത്ത് സജീവമാകുമ്പോഴാണ് ആകസ്മിക വിയോഗം. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന് കൂട്ടായി ഞാൻ നടന്നു. റിസർച്ച് ഡെസ്ക് 24. അനിൽ പനച്ചൂരാനെ നമ്മൾ ഓർമ്മിക്കുന്ന വ്യക്തിപരമായ ഒരു ബന്ധമൊക്കെ ഉള്ള ആളായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഒരുപാട് നമുക്ക് ബന്ധമുള്ള ചില കുടുംബങ്ങളുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. പനച്ചൂരാൻ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം. ആ സങ്കടം ഇപ്പോഴും ഇങ്ങനെ നീറി മനസ്സിൽ നിൽക്കുന്നുണ്ടാകും പല ആളുകൾക്ക്.